നമസ്കാരം. +1 തുല്യത സോഷ്യോളജി പരീക്ഷാ തയ്യാറെടുപ്പിലേക്ക് കുറച്ച് ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യ ചോദ്യം, വസ്തുനിഷ്ഠത എന്നാൽ എന്ത്? ഇത് മുൻ വർഷങ്ങളൊക്കെ ചോദിച്ച ചോദ്യമാണ്. വസ്തുനിഷ്ഠത എന്നാൽ എന്ത്? വസ്തുനിഷ്ഠത ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് കേട്ട് പരിചയമുള്ള വീടാണത്. വസ്തുനിഷ്ഠത എന്നാൽ എന്താണ്? മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സമീപന രീതിയാണ് വസ്തുനിഷ്ഠത. മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സമീപന രീതിയെയാണ് വസ്തുനിഷ്ഠത എന്ന് വിളിക്കുന്നത്. ആ പേരിലുണ്ട് വസ്തുനിഷ്ഠത, നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സമീപന രീതിയാണ്. നമുക്കൊരു കൂട്ടിച്ചേർക്കലുകളോ ഊഹാപോഹങ്ങളോ അങ്ങനെ ഒരു മുൻവിധി പാടില്ല. അപ്പോൾ മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സമീപന രീതിയാണ് വസ്തുനിഷ്ഠത. വസ്തുനിഷ്ഠ മനസ്സിലായെന്ന് കരുതുന്നു. ഇതോടൊപ്പം ഞാൻ ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ആത്മനിഷ്ഠ എന്നാൽ എന്തെന്നാണ്. ഈ വസ്തുനിഷ്ഠതയുടെ വിപരീതമാണെന്ത്? ആത്മനിഷ്ഠ. ഇത് നമ്മൾ വസ്തുനിഷ്ഠയിൽ പറഞ്ഞു, മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സമീപന രീതിയാണ് വസ്തുനിഷ്ഠ എന്ന് പറഞ്ഞു. ഇതിൻ്റെ വിപരീതം, അതായത് എന്താവാം? മുൻവിധികളില്ലാതെ അല്ലാതെ മുൻവിധിയോടെ നിഷ്പക്ഷമായ വസ്തുക്കളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സമീപന രീതിയാണ് വസ്തുനിഷ്ഠ എന്ന് പറഞ്ഞാൽ. ഇതിന് നേർ വിപരീതമാണെന്ത്? ആത്മനിഷ്ഠ. ആത്മനിഷ്ഠ എന്തൊക്കെയാവാം? മുൻവിധികളാവാം, പിന്നെ അതിൽ നിഷ്പക്ഷമായ വസ്തുതകൾ ഉണ്ടാവില്ല, അതിൽ ഊഹാപോഹങ്ങളും അതുപോലെ വികാര വിചാരങ്ങളൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും, കൂട്ടിച്ചേർക്കലൊക്കെ പറ്റും. ഒട്ടും മുൻവിധി ഇല്ലാത്ത സമീപന രീതിയാണ് എന്ത്? ആത്മനിഷ്ഠ. ഇങ്ങനെ വർദ്ധിച്ചാൽ മതി. നമ്മൾ വസ്തുനിഷ്ഠ പഠിച്ചാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വസ്തുനിഷ്ഠയിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നേർ വിപരീതമാണ് എന്തിലുള്ളത്? ആത്മനിഷ്ഠയിലുള്ള കാര്യം. അപ്പോൾ നമ്മൾ വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠയും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. വസ്തുനിഷ്ഠത പറഞ്ഞാൽ മുൻവിധികളില്ലാതെ നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സമീപന രീതിയാണ് വസ്തുനിഷ്ഠത. അപ്പോൾ ആത്മനിഷ്ഠ എന്ന് പറയുമ്പോൾ മുൻവിധികളോടെ നിഷ്പക്ഷമായ വസ്തുതകൾ അല്ലാതെ ഊഹാപോഹങ്ങളും കൂട്ടിച്ചേർക്കലൊക്കെ ഉൾപ്പെടെയുള്ള സമീപന രീതിയാണെന്ത്? ആത്മനിഷ്ഠ. ഓക്കെ, അപ്പോൾ നമ്മൾ വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠയും പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം, സമൂഹശാസ്ത്ര ഗവേഷണങ്ങളിൽ വസ്തുനിഷ്ഠത നിലനിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം എന്നുള്ളതാണ്. സമൂഹശാസ്ത്ര ഗവേഷണങ്ങളിൽ വസ്തുനിഷ്ഠത നിലനിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം? ഉത്തരം പക്ഷപാതം, മുൻവിധി, വസ്തുനിഷ്ഠതയെ ബാധിക്കുന്നു, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ. ഇതൊക്കെയാണ് എന്ത്? സമൂഹശാസ്ത്ര ഗവേഷണങ്ങളിൽ വസ്തുനിഷ്ഠത നിലനിർത്താനുള്ള ബുദ്ധിമുട്ടുകളിൽ ഇതൊക്കെയാണ് വരുന്നത്. ഒന്ന് പക്ഷപാതം, മുൻവിധി, വസ്തുനിഷ്ഠതയെ ബാധിക്കുന്നു, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എന്നിവയാണ് എന്ത്? ഒരു സമൂഹശാസ്ത്ര ഗവേഷണങ്ങളിൽ വസ്തുനിഷ്ഠത നിലനിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. മനസ്സിലായി കരുതുന്നു. അടുത്ത ചോദ്യം, എന്താണ് ആത്മപ്രതിഫലനം? ആത്മപ്രതിഫലനം എന്നാൽ എന്ത്? ആത്മപ്രതിഫലനം എന്നാൽ എന്താണ്? തൻ്റെയും തൻ്റെ ഗവേഷണത്തെയും മറ്റൊരാളിൻ്റെ കണ്ണിലൂടെ കാണാനുള്ള സമൂഹശാസ്ത്രത്തിൻ്റെ കഴിവിനെയാണ് ആത്മപ്രതിഫലനം എന്ന് പറയുന്നത്. ഇവിടെ പറയാം. ചോദ്യം ആത്മപ്രതിഫലനം എന്നാണ്. ആത്മപ്രതിഫലനം തൻ്റെയും തൻ്റെ ഗവേഷണത്തെയും മറ്റൊരാളിൻ്റെ കണ്ണിലൂടെ കാണാനുള്ള സമൂഹശാസ്ത്രത്തിൻ്റെ കഴിവിനെയാണ് ആത്മപ്രതിഫലനം എന്ന് പറയുന്നത്. തൻ്റെയും തൻ്റെ ഗവേഷണത്തെയും മറ്റൊരാളിൻ്റെ കണ്ണിലൂടെ കാണാനുള്ള സമൂഹശാസ്ത്രത്തിൻ്റെ കഴിവിനെയാണ് ആത്മപ്രതിഫലനം എന്ന് ഉദ്ദേശിക്കുന്നതിൽ. അപ്പോൾ ആത്മപ്രതിഫലനം പഠിച്ചു. തൻ്റെയും തൻ്റെ ഗവേഷണത്തെയും മറ്റൊരാളിൻ്റെ കണ്ണിലൂടെ കാണാനുള്ള സമൂഹശാസ്ത്രത്തിൻ്റെ കഴിവിനെയാണ് ആത്മപ്രതിഫലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ സോഷ്യോളജി പരീക്ഷയിൽ വരുന്ന എസ്സേകളെ കുറിച്ച് പറയുകയാണ്. എസ്സേകൾ നമ്മൾ 3 എസ്സേയാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന് 4ാമത്തെ ചാപ്റ്ററിലെ സംസ്കാരവും സാമൂഹ്യവൽക്കരണം എന്നുള്ള ചാപ്റ്ററുണ്ട് 4ാമത്തെ ചാപ്റ്ററിൽ. ആ 4ാമത്തെ ചാപ്റ്ററിലെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ വിവിധ ഏജൻസികൾ, അല്ലെങ്കിൽ മറ്റു പേരാണ് സാമൂഹീകരണത്തിൻ്റെ വിവിധ ഏജൻസികൾ
ഏജൻസികൾ എന്ന് ഓർത്താൽ മതി. ഇതാണ് ഒരു എസ്സേ പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യവൽക്കരണത്തിൻ്റെ വിവിധ ഏജൻസികൾ അല്ലെങ്കിൽ സാമൂഹീകരണത്തിൻ്റെ വിവിധ ഏജൻസികൾ, രണ്ടൊന്ന് തന്നെ, രണ്ട് വേർഡ് ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് സാമൂഹ്യവൽക്കരണം എന്ന് ഉപയോഗിക്കുന്നു, ഒന്ന് സാമൂഹീകരണം എന്ന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ സാമൂഹ്യവൽക്കരണത്തിൻ്റെ വിവിധ ഏജൻസികൾ അല്ലെങ്കിൽ സാമൂഹീകരണത്തിൻ്റെ വിവിധ ഏജൻസികൾ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ചാപ്റ്റർ 4 ചോദ്യമാണ്. ചാപ്റ്റർ 4 ചോദ്യമാണ്. ഇത് നമ്മളൊരു എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഒരു എസ്സേ പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ പദങ്ങളും സങ്കല്പങ്ങളും അവയുടെ ഉപയോഗവും സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നുള്ള ചാപ്റ്ററിൻ്റെ പേരാണ് ഇവിടെ പറയുന്നത്. പദങ്ങളും സങ്കല്പങ്ങളും അവയുടെ ഉപയോഗവും സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നുള്ള ചാപ്റ്ററിൽ നിന്ന് അതിൽ നിന്നുള്ള എസ്സേ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിവിധ തരം സാമൂഹിക നിയന്ത്രണ മാർഗങ്ങൾ ഏതെല്ലാം. വിവിധ തരം സാമൂഹിക നിയന്ത്രണ മാർഗങ്ങൾ ഏതെല്ലാം. ഇപ്പോൾ 2 എസ്സേ മനസ്സിലായെന്ന് കരുതുന്നു. മൂന്നാമത്തെ എസ്സേ നമ്മൾ പരിസ്ഥിതിയുടെ പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന നമ്മൾ 8ാമത്തെ പാഠത്തിൽ നിന്നാണ് അടുത്തത്. 8ാമത്തെ പാഠത്തിൽ നിന്നാണ് അടുത്തൊരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ഉണ്ടല്ലോ, 8ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത എസ്സേ പ്രതീക്ഷിക്കുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ. അപ്പോൾ അതിൽ നിന്ന് പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, പരിസ്ഥിതിയുമായി കുറിച്ചുള്ള ചോദ്യമാണ് അടുത്ത എസ്സേ പ്രതീക്ഷിക്കുന്നത്, അതായത് 8ാമത്തെ ചാപ്റ്ററിൽ. അപ്പോൾ 3 എസ്സേ നമ്മൾ മനസ്സിലാക്കി. ഈ 3 എസ്സേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സോഷ്യോളജിയിൽ ഈ 3 എസ്സേ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് പറഞ്ഞതാണ് പരിസ്ഥിതിയുടെ ഒക്കെ പ്രശ്നങ്ങൾ, പരിസ്ഥിതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത് ചെയ്തതാണ്. അപ്പോൾ ഈ എസ്സേ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വ്യത്യസ്ത കുടുംബ മാതൃകകൾ എന്തെല്ലാം ചോദിക്കും പരീക്ഷ കേട്ടോ. വ്യത്യസ്ത കുടുംബ മാതൃകകൾ 4 എണ്ണം ഉള്ളത്. 3 എണ്ണം ഉള്ളത്. ഒന്ന് വാസസ്ഥലത്തിന് അടിസ്ഥാനമാക്കിയുള്ളത്, ഒന്ന് അധികാരം, 3 വംശപാരമ്പര്യം. ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂന്നായി തരംതിരിക്കാം. ഈ കുടുംബ മാതൃകകളെ 3ആയി തിരിക്കാം. വാസസ്ഥലം, അധികാരം, വംശപാരമ്പര്യം. വാസസ്ഥലം, അധികാരം, വംശപാരമ്പര്യം എന്ന രീതിയിൽ 3 തരം കുടുംബ മാതൃകകളുണ്ട്. ചോദ്യം എന്താണ്? വ്യത്യസ്ത കുടുംബ മാതൃകകൾ ഏതെല്ലാം? വ്യത്യസ്ത കുടുംബ മാതൃകകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. അത് നമുക്കൊന്ന് വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം, 2 അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം, 3 വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. നമുക്ക് വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാം. നവദമ്പതികൾ വധുവിൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. അത്തരം വാസസ്ഥലത്ത് വിളിക്കുന്ന പേരാണ് മാതൃസ്ഥാനീയ കുടുംബം. നവദമ്പതികൾ വധുവിൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മാതൃസ്ഥാനീയ കുടുംബം, അല്ല മാതൃഭവനാധിഷ്ഠിത കുടുംബം എന്നൊക്കെ വിളിക്കും. എന്നാൽ നവദമ്പതികൾ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പിതൃസ്ഥാനീയ കുടുംബം അല്ലെങ്കിൽ പിതൃഭവനാധിഷ്ഠിത കുടുംബം എന്ന്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കുടുംബത്തെ പരിചയപ്പെടുത്തിയത്. എന്താണ്? മാതൃസ്ഥാനീയ കുടുംബം, മറ്റത് പിതൃസ്ഥാനീയ കുടുംബം. എന്താ മാതൃസ്ഥാനീയ കുടുംബം? നവദമ്പതികൾ വധുവിൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നതാണ് മാതൃസ്ഥാനീയ കുടുംബം. നവദമ്പതികൾ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നതാണ് പിതൃസ്ഥാനീയ കുടുംബം. നിങ്ങൾ ആ വീട് നോക്കിയാൽ മതി. വധു ആകുമ്പോൾ മാതൃസ്ഥാനീയം, വരനാകുമ്പോൾ പിതൃസ്ഥാനീയ കുടുംബം. ക്ലിയർ ആയല്ലോ? വധു ആകുമ്പോൾ മാതൃസ്ഥാനീയ കുടുംബം, വരനാകുമ്പോൾ പിതൃസ്ഥാനീയ കുടുംബം. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് വ്യത്യസ്ത കുടുംബ മാതൃകകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഒരു ഷോർട്ട് എസ്സേ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ് വ്യത്യസ്ത കുടുംബ മാതൃകകൾ. അപ്പോൾ നമ്മൾ 3 തരത്തിലാണ് ഈ കുടുംബ മാതൃകകളെ 3 തരത്തിലായി തരംതിരിക്കാം. വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന പറയാണ് വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ 2ആയി തിരിക്കാം. ഏതൊക്കെയാണ്? മാതൃസ്ഥാനീയ കുടുംബം, പിതൃസ്ഥാനീയ കുടുംബം. മാതൃസ്ഥാനീയ കുടുംബം, പിതൃസ്ഥാനീയ കുടുംബം. നവദമ്പതികൾ വധുവിൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന കുടുംബമാണ് മാതൃസ്ഥാനീയ കുടുംബം. നവദമ്പതികൾ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്ന കുടുംബമാണ് പിതൃസ്ഥാനീയ കുടുംബം. അപ്പോൾ മാതൃസ്ഥാനീയവും പിതൃസ്ഥാനീയവും പറഞ്ഞു. അതിന് വേറെ പേരുണ്ട്, മാതൃഭവനാധിഷ്ഠിത കുടുംബം അല്ലെങ്കിൽ പിതൃഭവനാധിഷ്ഠിത കുടുംബം. അപ്പോൾ അത് മനസ്സിലായിരിക്കും. അടുത്ത അധികാരത്തിൻ്റെ അടിസ്ഥാനം നോക്കൂ. സ്ത്രീക്ക് അധികാരവും ആധിപത്യവും ഉള്ള കുടുംബമാണ്
മാതൃമേധാവിത്വ കുടുംബം. ആ വീട്ടിലുണ്ട് മാതൃമേധാവിത്വ കുടുംബം. സ്ത്രീക്ക് അധികാരവും ആധിപത്യവും ഉള്ള കുടുംബമാണ് മാതൃമേധാവിത്വ കുടുംബം. എന്നാൽ പുരുഷൻ അധികാരവും ആധിപത്യവും ഉള്ള കുടുംബമാണ് പിതൃമേധാവിത്വ കുടുംബം. ആ വീട് നന്നായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. മാതൃ അപ്പോൾ സ്ത്രീയാണ്, പിതൃ അപ്പോൾ പുരുഷനാണ്. അപ്പോൾ മാതൃമേധാവിത്വ കുടുംബം എന്താണ്? സ്ത്രീക്ക് അധികാരവും ആധിപത്യവും ഉള്ള കുടുംബമാണ് മാതൃമേധാവിത്വ കുടുംബം. സ്ത്രീക്ക് അധികാരവും ആധിപത്യവും ഉള്ള കുടുംബമാണ് മാതൃമേധാവിത്വ കുടുംബം. എന്നാൽ പുരുഷൻ അധികാരവും ആധിപത്യമുള്ള കുടുംബമാണ് പിതൃമേധാവിത്വ കുടുംബം. ഓക്കെ, ഇത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ്. നേരത്തെ പറഞ്ഞത് വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവായിരുന്നു. അത് രണ്ടെണ്ണം ഉണ്ട്. ഇതൊക്കെയാണ് മാതൃസ്ഥാനീയ കുടുംബം, പിതൃസ്ഥാനീയ കുടുംബം. അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടെണ്ണം ഉണ്ട്: മാതൃമേധാവിത്വ കുടുംബം, പിതൃമേധാവിത്വ കുടുംബം. അടുത്തത് വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാം. വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാം. വംശപാരമ്പര്യം മാതാവിലൂടെ പകർന്നു നൽകുന്ന കുടുംബമാണ് മാതൃദായ കുടുംബം. വംശപാരമ്പര്യം മാതാവിലൂടെ പകർന്നു നൽകുന്ന കുടുംബമാണ് മാതൃദായ കുടുംബം. എന്നാൽ വംശപാരമ്പര്യം പിതാവിലൂടെ പകർന്നു നൽകുന്ന കുടുംബമാണ് പിതൃദായ കുടുംബം. പിതാവാകുമ്പോൾ പിതൃദായ, മാതാവാകുമ്പോൾ മാതൃദായ. ഓക്കെ, ഇതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. വധുവിൻ്റെ മാതാപിതാക്കളാകുമ്പോൾ മാതൃസ്ഥാനീയ കുടുംബം, വരൻ്റെ മാതാപിതാക്കളാകുമ്പോൾ പിതൃസ്ഥാനീയ കുടുംബം. ഇനി സ്ത്രീക്ക് അധികാരവും ആധിപത്യം ആകുമ്പോൾ മാതൃമേധാവിത്വ കുടുംബം. മാതൃമേധാവിത്വം അവിടെ സ്ത്രീക്കാ മേധാവിത്വം. ആ വീട്ടിലുണ്ട് മാതൃമേധാവിത്വം. അപ്പോൾ മനസ്സിലാക്കുക, സ്ത്രീയാണ്. മാതൃ പറഞ്ഞാൽ സ്ത്രീയാണല്ലോ, മേധാവിത്വം പറഞ്ഞാൽ ആധിപത്യം. അപ്പോൾ സ്ത്രീക്ക് അധികാരവും ആധിപത്യവും നൽകുന്ന കുടുംബം മാതൃമേധാവിത്വ കുടുംബം. പുരുഷൻ അധികാരവും മേധാവിത്വവും ആധിപത്യം നൽകുന്ന കുടുംബം പിതൃമേധാവിത്വ കുടുംബം. ഇപ്പം നമ്മൾ വംശപാരമ്പര്യത്തിൻ്റെ കാര്യം പറഞ്ഞു. മാതാവിലൂടെ വംശപാരമ്പര്യം പകർന്നു നൽകുന്ന കുടുംബമാണ് മാതൃദായ കുടുംബം. മാതാവിലൂടെ അമ്മയിലൂടെ വംശപാരമ്പര്യം പകർന്നു നൽകുന്ന കുടുംബമാണ് മാതൃദായ കുടുംബം. എന്നാൽ അച്ഛനിലൂടെ, പിതാവിലൂടെ വംശപാരമ്പര്യം പകർന്നു നൽകുന്ന കുടുംബമാണ് പിതൃദായ കുടുംബം. മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം വ്യത്യസ്ത കുടുംബ മാതൃകകളാണ്. 3 എണ്ണം പറഞ്ഞു. 3 കാര്യത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്: വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃസ്ഥാനീയം, പിതൃസ്ഥാനീയം. അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃമേധാവിത്വ കുടുംബം, പിതൃമേധാവിത്വ കുടുംബം. വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃദായ കുടുംബം, പിതൃദായ കുടുംബം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം: വിവാഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. 2 തരത്തിൽ വിവാഹമുള്ളത്: ഏകവിവാഹവും ബഹുവിവാഹവും. വിവാഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ചോദിക്കാം. ഏകവിവാഹവും ബഹുവിവാഹവും. ഏകവിവാഹം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു സമയം ഒരേ ജീവിത പങ്കാളിയുമാണ് എന്ത് ഏകവിവാഹം. ബഹുവിവാഹം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒന്നിലധികം ജീവിത പങ്കാളിയുമായുള്ള വിവാഹ ബന്ധമാണ് എന്ത് ബഹുവിവാഹം. ആ പേരിൽ തന്നെ ഉണ്ട് ഏകവിവാഹം, ഒരു ജീവിത പങ്കാളി. ബഹുവിവാഹം എന്ന് പറയുമ്പോൾ ഒന്നിലധികം ജീവിത പങ്കാളിയുമായുള്ള വിവാഹമാണെന്ത് ബഹുവിവാഹം. ഈ ബഹുവിവാഹത്തിൽ തന്നെ 2 ഉണ്ട്: ബഹുഭാര്യാത്വം ഉണ്ട്, ബഹുഭർത്തൃത്വം ഉണ്ട്. ബഹുഭാര്യാത്വം എന്താണ്? ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരാണ് എന്ത് ബഹുഭാര്യാത്വം. ഒരേ സമയം ഒന്നിലധികം ഭർത്താക്കന്മാരുള്ളതാണ് എന്ത് ബഹുഭർത്തൃത്വം. ഓക്കെ, ബഹുഭാര്യാത്വം, ബഹുഭർത്തൃത്വം ഏതിലാണ്? ബഹുവിവാഹത്തിലാണ്. ബഹുവിവാഹത്തിലാണ് ഈ 2 എണ്ണം ഉള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിവാഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. വിവാഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളിൽ ഏകവിവാഹമുണ്ട്, ബഹുവിവാഹമുണ്ട്. എന്താ ഏകവിവാഹം? ഒരേ സമയം ഒരേ ജീവിത പങ്കാളി മാത്രമുള്ള വിവാഹബന്ധമാണ് ഏകവിവാഹം. എന്നാൽ ഒരേ സമയം ഒരാൾക്ക് ഒന്നിലധികം ജീവിത പങ്കാളികളുമായുള്ള ബന്ധം, അതാണെന്ത് ബഹുവിവാഹം. ബഹുവിവാഹത്തിൽ വീണ്ടും 2 എണ്ണമായി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്: ബഹുഭാര്യത്വം ഉണ്ട്, ബഹുഭർത്തൃത്വം ഉണ്ട്. ഈ ബഹുഭാര്യാത്വം പറഞ്ഞാൽ അറിയാമല്ലോ, ഒന്നിലധികം ഭാര്യമാരുള്ളതാണ് എന്ത് ബഹുഭാര്യാത്വം, ഒന്നിലധികം ഭർത്താക്കന്മാരുള്ളതാണ് ബഹുഭർത്തൃത്വം. പിന്നെ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തതാണ്, നിങ്ങൾ നോക്കേണ്ടതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് എന്ത് എൻഡോഗാമി, എക്സോഗാമി. എൻഡോഗമി, എക്സോഗമി. എന്താ എൻഡോഗമി? ആ വിവാഹ നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ. വിവാഹ നിയമങ്ങൾ: സ്വഗണ വിവാഹം, സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നതാണ് സ്വഗണ വിവാഹം, അതിനാണ് എൻഡോഗമി. എന്നാൽ ബഹിർഗണ വിവാഹം എന്ന് പറഞ്ഞാലാണ് എക്സോഗമി. മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നതാണ് എന്ത് എക്സോഗമി. സ്വന്തമാകുമ്പോൾ എൻഡോഗമി, എക്സോഗമി.
എൻഡോഗമി, എക്സോഗമി. സ്വഗണ വിവാഹമാണ് എൻഡോഗമി, ബഹിർഗണ വിവാഹമാണ് എക്സോഗമി. അപ്പോൾ എൻഡോഗമി എന്താണ്, എക്സോഗമി എന്താണെന്ന് പഠിച്ചിരിക്കണം. അതിന് മലയാള വേദത്തിൽ പറയും സ്വഗണ വിവാഹം, ബഹിർഗണ വിവാഹം. ആ പേരെന്നെ മനസ്സിലാക്കാൻ പറ്റും. സ്വഗണം, സ്വന്തം ഗണത്തിൽ, സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നതാണ് എന്ത്, സ്വഗണ വിവാഹം. എന്നാൽ മറ്റുള്ള ജാതിയിൽ നിന്ന്, പുറത്തു നിന്നുള്ള, സ്വന്തം ജാതി അല്ലാത്ത മറ്റുള്ള ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നതാണ് എന്ത്, ബഹിർഗണ വിവാഹം. അതിന് വീടുമുണ്ട്, എൻഡോഗമിയും സ്വഗണ വിവാഹം എന്ന് പറയും, ബഹിർഗണ വിവാഹം എക്സോഗമി. അപ്പോൾ എൻഡോഗമി, എക്സോഗമി പഠിച്ചിരിക്കണം. അപ്പോൾ എന്താ ബന്ധുത്വം, വൺവേടൊക്കെ ചോദിക്കുക, എന്താ ബന്ധുത്വം എന്ന് ചോദിക്കുക. എന്താ ബന്ധുത്വം, എന്താ, വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധമാണ് ബന്ധുത്വം. വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെ വിളിക്കുന്ന പേരാണ് ബന്ധുത്വം. വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെ വിളിക്കുന്ന പേരാണ് ബന്ധുത്വം. ആ ബന്ധുത്വം പഠിച്ചു, വിവാഹ നിയമങ്ങൾ പഠിച്ചു, വിവാഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ പഠിച്ചു. മാറിപ്പോയത് നിയമങ്ങളിലാണ് എന്ത്, സ്വഗണ വിവാഹവും ബഹിർഗണ വിവാഹം, അതായത് എൻഡോഗമി, എക്സോഗമി ഒക്കെ വിവാഹ നിയമത്തിലാണ് വരുന്നത്. എന്നാൽ വ്യത്യസ്ത രൂപങ്ങളിൽ വരുന്നതാണ് എന്തൊക്കെയാണ്, ഏകവിവാഹം, ബഹുവിവാഹം. വിവാഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളിൽ വരുന്നതാണ് ഏകവിവാഹം, ബഹുവിവാഹം. അതിൽ തന്നെയാണ് ബഹുവിവാഹത്തിൽ ബഹുഭാര്യാത്വം, ഭർത്തൃത്വം വരുന്നത്. പിന്നെ അതിന് മുന്നേ ഡിസ്കസ് ചെയ്തത് വ്യത്യസ്ത കുടുംബ മാതൃകകൾ. ചോദ്യം മാറിപ്പോയത് വ്യത്യസ്ത കുടുംബ മാതൃകകൾ. അതിലാണ് വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത്, മാതൃസ്ഥാനീയ കുടുംബവും പിതൃസ്ഥാനീയ കുടുംബവും. അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത്, മാതൃമേധാവിത്വ കുടുംബവും പിതൃമേധാവിത്വ കുടുംബവും. അതുപോലെ വംശപാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത്, മാതൃദായ കുടുംബം, പിതൃദായ കുടുംബം. ആ വേർഡ് ഐഡൻറ്റിഫൈ ചെയ്യണം. നവദമ്പതികൾ വധുവിൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത് മാതൃസ്ഥാനീയ കുടുംബം. നവദമ്പതികൾ വരൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നതാണ് പിതൃസ്ഥാനീയ കുടുംബം. സ്ത്രീക്ക് അധികാരവും ആധിപത്യമുള്ള കുടുംബം മാതൃമേധാവിത്വ കുടുംബം. പുരുഷന് അധികാരവും ആധിപത്യവും നൽകുന്ന കുടുംബം പിതൃമേധാവിത്വ കുടുംബം. അമ്മയിലൂടെ പകർന്നു നൽകുന്ന അമ്മയിലൂടെ വംശപാരമ്പര്യം പകർന്നു നൽകുന്ന കുടുംബം മാതൃദായ കുടുംബം. പിതാവിലൂടെ വംശപാരമ്പര്യം പകർന്നു നൽകുന്ന കുടുംബം പിതൃദായ കുടുംബം. അപ്പോൾ നമ്മൾ ഒരുപാട് ചോദ്യത്തോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എസ്സേ പറഞ്ഞു കഴിഞ്ഞു. 3 എസ്സേ സാമൂഹ്യവൽക്കരണത്തിൻ്റെ വിവിധ ഏജൻസികൾ, സാമൂഹ്യവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹീകരണത്തിൻ്റെ വിവിധ ഏജൻസികൾ. ഇപ്പോൾ ചാപ്റ്റർ നമ്പർ 4 എസ്സേ വരാം. ചാപ്റ്റർ നമ്പർ 2 എസ്സേ പദങ്ങളും സങ്കല്പങ്ങളും അവയുടെ ഉപയോഗവും സാമൂഹ്യ ശാസ്ത്രത്തിൽ എന്നുള്ള പാഠമുണ്ട്. പദങ്ങളും സങ്കല്പങ്ങളും അവയുടെ ഉപയോഗവും സാമൂഹ്യ ശാസ്ത്രത്തിൽ എന്നുള്ള പാഠം ചാപ്റ്റർ 2. അതിൽ എസ്സേ വിവിധ തരം സാമൂഹിക നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തതാണ്. വീഡിയോ ചെയ്തതാണ്, നിങ്ങൾ നോക്കി പഠിക്കണം. വിവിധ തരം സാമൂഹിക നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ എസ്സേ ചെയ്തതാണ്, പഠിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എസ്സേ പരിസ്ഥിതിയുടെ ദോഷങ്ങൾ, പരിസ്ഥിതിയുടെ ബുദ്ധിമുട്ടുകൾ, പരിസ്ഥിതിയിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട 8ാമത്തെ പാഠത്തിൽ നിന്നുള്ള എസ്സേ അത് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കേട്ട് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ക്ലാസ് ആവർത്തിച്ച് കേട്ട് നിങ്ങൾ നോട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ.